നമസ്കാരം ക്ഷാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉച്ചപൂജയ്ക്ക് വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു. മിനിയാന്ന് നമ്മൾ വെണ്ണകൃഷ്ണനെ കുറിച്ച് അനുസ്മരിച്ച് വെണ്ണകൃഷ്ണനെ സ്തുതിക്കാനുള്ള സ്തുതിയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ മിനിയാന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇന്നിപ്പോൾ വെണ്ണ കഴിക്കണില്ല, ഓടക്കോല് പിടിച്ചാൽ നിൽക്കണമെന്ന്. ഇന്നലെ ആണെങ്കിലോ ഉണ്ണികൃഷ്ണൻ വെണ്ണയും ഓടക്കോലും പിടിച്ച് നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് എനിക്ക് വെണ്ണ കാണാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് കദളിപ്പഴമോ വെണ്ണയോ താമരപ്പൂവോ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് ആ ഓടക്കോല്. അങ്ങനെ ഞാൻ തൊഴുത് കഴിഞ്ഞ്, സന്ധ്യയ്ക്കാണ് തൊഴുതത്, തൊഴുത് കഴിഞ്ഞ് പ്രദക്ഷിണമായിട്ട് വന്നപ്പോൾ അയ്യപ്പസ്വാമിയും ഓടക്കോല് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ചോദിച്ചു, ഓടക്കോല് പിടിക്കുന്നത് എങ്ങനെയാണ് അയ്യപ്പസ്വാമി ഗുരുവായൂരപ്പനല്ലേ പിടിക്കുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഗുരുവായൂരപ്പൻ എന്നും ഇങ്ങനെ ഓടക്കോല് പിടിക്കുമ്പോൾ ഒരിക്കൽ അയ്യപ്പസ്വാമി ചോദിച്ചു, അമ്മ എന്നും ഇങ്ങനെ ഓടക്കോല് പിടിക്കൂലേ, ഒരു ദിവസം ഞാനൊന്ന് പിടിച്ചു നോക്കിയാലോ എന്ന്. ഉണ്ണിക്ക് വേണമെങ്കിൽ ഇതാ അമ്മ വേറൊന്ന് നേരേക്ക് തരാമെന്ന് പറഞ്ഞ് കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു കേട്ടോ. അതേപോലെ ഭഗവതിയമ്മയെ കാണാനും ഇന്നലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. സ്ഥിരമായിട്ട് കേൾക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് വന്നിരിക്കണേ. എന്നാലും നമുക്ക് അവരുടെ ഒരു സന്തോഷത്തിന് ആ ചോദ്യം വായിക്കാം അല്ലേ. രണ്ടുപേരുടെ ഏകദേശം എനിക്ക് ഒരേ ആൻസറാണ് പറയാനുള്ളതെന്നുള്ളതുകൊണ്ട് രണ്ടുപേരുടെ ചോദ്യവും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഉഷാകുമാരി എന്നാണ് ആദ്യത്തെ ഭക്തിയുടെ പേര്. സവിതക്കുട്ടി നാമം ജപിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രതയോടുകൂടി നാമം ജപിക്കാൻ പറ്റുന്നില്ല. മനസ്സിന് പല വിഷമതകളുണ്ട്. എന്നാൽ അതും അല്ലാതെ പല കാര്യങ്ങൾ ഓർമ്മയിൽ വരും, ആവശ്യമുള്ളതും ഇല്ലാത്തതും. എന്താണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്ന് വിഷമമാവുന്നു, മറുപടി പറയണേ എന്നാണ്. നാമം എങ്ങനെ ജപിച്ചാലും മതി. പൂന്താനം എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറൊരാളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നാമം ജപിച്ചാൽ മതി. ഭഗവാൻ അത്ര ആർദ്രമായ മനസ്സാണ് അത്രേ ഗുരുവായൂരപ്പൻ്റെ. നമ്മളൊന്ന് വിളിക്കുമ്പോഴേക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഓടി വരുന്ന ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഇതിന് ഉദാഹരണമാണ് അജാമിളൻ്റെ കഥ. അജാമിളൻ വളരെയധികം തെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു കേട്ടോ. ഞാൻ ചുരുക്കി പറയാം. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഭാര്യ, അമ്മ, അച്ഛൻ എല്ലാവരും ഉള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ. അദ്ദേഹം ഈ പൂജയുടെ ആവശ്യമായ ദ്രവ്യങ്ങൾ ശേഖരിക്കാൻ കാടിൻ്റെ പരിസരത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു ദുർനടപ്പുകാർ സ്ത്രീ വേറൊരാളുടെ കൂടെ ആടും പാടും ഒക്കെ ചെയ്യുന്നത് കണ്ടുത്രേ. അപ്പോൾ അവരോട് മോഹം തോന്നിയ ഇദ്ദേഹം ആ സ്ത്രീയോട് പോയിട്ട് എൻ്റെ കൂടെയും ഇതുപോലെ ആടും പാടുകയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും ചെല്ലും, പക്ഷെ എനിക്ക് പൈസ കിട്ടണം, എനിക്ക് ധനം വേണം, എന്നാലേ ചെയ്യുള്ളൂ പറഞ്ഞു. അജാമിളൻ പോയി ധനം ശേഖരിച്ചു. എവിടെ നിന്ന്? അവനവൻ്റെ ഇല്ലത്ത് പോയി അച്ഛനെ, അമ്മേനെ, ഭാര്യനെ ഒക്കെ മറന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വത്തും വകകൾ മുഴുവൻ ഇവർക്ക് വന്ന് കൊടുക്കുകയാണ് ഓരോരോ സമയത്ത്. ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളും കയ്യിലെ ആഭരണങ്ങളും ഒക്കെ ഊരി ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഈ ദാസി സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അവരെ ആടാനും പാടാനും ഒക്കെ തയ്യാറായി. കുറച്ചു കാലമൊക്കെ സുഖമായി ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞേക്കാം എന്ന്. അങ്ങനെ അവരെ വിവാഹിതരായി. അവർക്ക് അനേകം മക്കളുണ്ടായി. അതിലെ ഏറ്റവും അവസാനത്തെ മകന്, അദ്ദേഹത്തിന് 60 വയസ്സിൽ അധികം ആയപ്പോഴാണ് അത്ര അവസാനത്തെ മകൻ ഉണ്ടായത്. ആ മകൻ ഏതാണ്ട് ഒരു 6-7 വയസ്സൊക്കെ പ്രായമുള്ള സമയത്താണ് ഇദ്ദേഹത്തിന്, ആ മകന് നാരായണൻ എന്നാണ് അദ്ദേഹം പേരിട്ടത്. എന്തോ ഒരു പൂർവാശ്രമത്തിൻ്റെ വാസനാന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. നാരായണൻ എന്ന് പേരിട്ട അദ്ദേഹം ഒരു ദിവസം മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് യമദൂതന്മാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് നിന്നു. ഈ യമദൂതന്മാരെ കണ്ട പേടിയിൽ അദ്ദേഹം നാരായണ 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 എന്ന് വിളിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് തൊട്ടപ്പുറത്തിരുന്ന് കളിക്കുന്ന ആ ഒരു 7 വയസ്സുകാരൻ ബാലനെയാണ്. അപ്പോൾ എന്തിനാ വിളിക്കണമെന്ന് ചോദിച്ചാൽ, നമുക്കിങ്ങനെ പേടി വരുമ്പോൾ ആരെങ്കിലും ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ആ പേടി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരൂ എന്നുള്ള അർത്ഥത്തിൽ നാരായണ നാരായണ എന്ന് വിളിച്ചതും ഈ 3 യമദൂതന്മാർ വന്ന് മൂവരും ചുറ്റും നിൽക്കുകയാണ്. ആ സമയത്ത് 4 പേര് വന്ന് 4 തൃക്കൈകളോടുകൂടി ഭഗവാന്റെ സ്വരൂപമുള്ള വിഷ്ണു പാർഷദന്മാർ 4 പേരാത്രേ വന്നേ.
അവർ പറഞ്ഞു അത്രേ, ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, യമദൂതന്മാർ കയറൊക്കെ കൊണ്ടുവന്ന് കെട്ടി വരിഞ്ഞ് ജീവൻ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മഹാപാപിയാണ്, വളരെ ചെറുപ്പത്തിൽ തുടങ്ങി അദ്ദേഹം പാപം ചെയ്യാൻ തുടങ്ങിയതാണ്, അച്ഛനെ അമ്മേനെ ഭാര്യനെ മക്കളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ സമയത്ത് എന്തിനാ ഇദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിഷ്ണു പാർഷദന്മാർ വരുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം നാമം ജപിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ആയിരിക്കണത് ഇദ്ദേഹത്തിൻ്റെ മകനാണ്, ആ മകനെ ഞങ്ങളെ പേടിച്ചിട്ട് വിളിക്കുന്നതാണ്, അല്ലാതെ നാമം ജപിക്കുന്നതല്ല എന്ന്. വിഷ്ണു പാർഷദന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞങ്ങൾക്കും അറിയാം, പക്ഷേ നാരായണ എന്ന് വിളിച്ചാൽ നാരായണൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും, അതാണ് നിയമം, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞയച്ചതാണ് ഞങ്ങളെന്ന്. യമദൂതന്മാർ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഇവർ 4 പേരുണ്ട്, ഞങ്ങൾക്ക് 2 കൈകളേ ഉള്ളൂ, ഇവർക്ക് 4 കൈകളുണ്ട്, ഒരു ഫൈറ്റിന് തയ്യാറായാൽ ബുദ്ധിമുട്ടാവും എന്ന് കരുതി അവരവിടെ നിന്ന് പോയി. ഒപ്പം വിഷ്ണു പാർഷദന്മാരും പോവാനൊരുങ്ങുകയാണ്. ആ സമയത്ത് അജാമിളൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചത്, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പരസ്പരം നോക്കി ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾ പോവുകയാണെന്ന്. അങ്ങനെ അവരവിടുന്ന് പോയി. അജാമിളന് മനസ്സിലായി ഈ വന്നത് വിഷ്ണു പാർഷദന്മാരും മറ്റേത് യമദൂതന്മാരുമാണെന്ന്. കാരണം അദ്ദേഹം ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഈ എന്താ പറയുക, പൂജയും ആത്മീയമായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ 20s വരെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മകനെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാരായണ എന്ന് വിളിച്ചപ്പോൾ സാക്ഷാൽ നാരായണൻ എന്നെ രക്ഷിക്കാനായിട്ട് ആളെ പറഞ്ഞയച്ചുവെങ്കിൽ ശരിക്കും ഞാനൊന്ന് നാമം ജപിച്ചാലോ എന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ആ മരണശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഭാര്യയും മക്കളൊക്കെ ഓടി വന്നു കേട്ടോ. അവസാനം ഈ എന്താ പറയുക, കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തോ ആണ്, ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു, എങ്ങോട്ടായി പോണേന്നൊക്കെ ചോദിച്ചു. അതൊന്നും കേൾക്കാത്ത ബഹത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പോയി ഗംഗാനദിയുടെ തീരത്തിരുന്നു കൊണ്ട് നാരായണ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു തവണ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തെല്ലാം മഹാപാപങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീര് ഞാൻ എത്രയധികം വീഴ്ത്തിയിട്ടുണ്ട് എന്ന്. വീണ്ടും അദ്ദേഹം നാരായണ എന്ന് വീണ്ടും വിളിച്ചപ്പോൾ ആ സഹധർമ്മിണി അവരെ ഞാൻ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം സംരക്ഷിച്ചു കൊള്ളാം എന്ന് അഗ്നിസാക്ഷിയായി ശപഥം ചെയ്ത ആ സഹധർമ്മിണിയെ ഞാൻ എത്രത്തോളം കണ്ണീരിൽ അഴുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഹാപാപിക്ക് ഇവിടെ നാരായണൻ ഉണ്ടാവാനാണ്. വീണ്ടും അദ്ദേഹം നാരായണ എന്ന് ചൊല്ലാൻ തുടങ്ങിയതും വീണ്ടും അതേ ഭഗവത് പാർഷദന്മാർ വന്നിട്ട് പറഞ്ഞു, അനേകം പാപങ്ങൾ ചെയ്ത് ഈ ശരീരം ഉപേക്ഷിക്കൂ, ഞങ്ങളോടൊപ്പം വരൂ എന്ന്. അങ്ങനെ അദ്ദേഹം ആ ശരീരം അവിടെ ഉപേക്ഷിച്ച് വിഷ്ണു പാർഷദന്മാരുടെ കൂടെ വൈകുണ്ഠ ലോകത്തേക്ക് യാത്രയായി എന്നാണ് കഥ. ഇവിടെ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചപ്പോൾ തന്നെ ഇത്രയധികം അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ ഓടിയെത്തിയ നമ്മുടെ ഗുരുവായൂരപ്പനുള്ളപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണതിൽ എന്താ അടിസ്ഥാനമുള്ളത്? ഇന്നത്തെ കാലത്തെ ജീവിതശൈലിയിൽ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ആത്മീയ ചാനലായിട്ടുള്ള ഇതിൽ ആത്മീയ കാര്യങ്ങൾ പറയാൻ വരുന്ന ഞാൻ മൊബൈലും പിടിച്ചിട്ടാണ് വരുന്നത് അല്ലേ. നിങ്ങളുടെയൊക്കെ മെസ്സേജ് വായിക്കാനാണ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാൻ ഇതും പിടിച്ചിട്ടല്ലേ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനിത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കോൾസ് വരാറുണ്ട്, മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇതൊരു വലിയ ഡിസ്റ്റർബൻസാണ്. എന്നാൽ ഇതില്ലാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുമോ? ഇല്ല, അത്രയും ഇല്ല. അപ്പോൾ എന്താ, ഈ മൊബൈൽ, ടി വി അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ പോലും എന്ത് തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എൻ്റെ കാലത്തൊക്കെ നല്ലതായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട്. അന്നേ എനിക്ക് പഠിക്കാൻ മടിയായിരുന്നു, പക്ഷേ അന്നൊന്നും ഇത്ര ഡൈവേർഷൻ ഉണ്ടായിരുന്നില്ല. ഈ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു കാരണമൊന്നുമില്ല. നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പഠിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കാനിരുന്ന് മൊബൈലിൽ ഒരു മെസ്സേജ് അലേർട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അത് എന്ന് നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്രയും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു കാലയളവാണിത്. ഈ കാലഘട്ടത്തിൽ നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗുരുവായൂരപ്പൻ മറ്റു യുഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ഈ കലിയുഗത്തിനെ. മറ്റു യുഗങ്ങളിലൊക്കെ യജ്ഞാദി കാര്യങ്ങളൊക്കെ ചെയ്താലേ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കലിയുഗത്തിൽ വെറുതെ ഇരുന്ന് നാമം ജപിച്ചാൽ മതി. പൂന്താനം പറയണ പോലെ വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും എന്നാണ് അദ്ദേഹം പറയണത്. അത് ഞാൻ എപ്പോഴും ആ വരി കേൾക്കുമ്പോൾ, ജ്ഞാനപ്പാനയിലെ വരി കേട്ടോ, വരി കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം പറയണ കേട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് ബസ് വന്ന് നിൽക്കണ്ട്, കയറി പോവുക
വേണ്ടു തോന്നുന്നു. ശരിക്കും കയറിപ്പോവേ വേണ്ടു. വെറുതെ നാരായണനാമം ജപിച്ചാൽ നമ്മളങ്ങടെ വൈകുണ്ഠത്തിൽ എത്തുമെന്ന് അദ്ദേഹം പറയണേ. പക്ഷെ അത് ജപിക്കാൻ നമുക്ക് പറ്റാറില്ല അല്ലേ? എന്താ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള ചിന്തകളാണ് കാരണം. ഞാനിങ്ങനെ വെറുതെ നാരായണ ജപിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു കോൺസെൻട്രേഷനും ഇല്ല. വേണ്ടാന്നേ, നാമം ജപിക്കൂ. ഇത് കേൾക്കുന്ന നമ്മുടെ ഈശ്വരന് കോൺസെൻട്രേഷൻ ഉണ്ട്. ഇവൾ എത്ര നാമം ജപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ എത്ര നാമം ജപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൽ എത്ര തവണ അദ്ദേഹത്തിനെ ആലോചിച്ച് ജപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ആ ഒരു കണക്കുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നാമം ജപിച്ചോളൂ. ആരുടെങ്കിലും വർത്തമാനം പറയുകയാണെങ്കിലും മനസ്സുകൊണ്ട് നാമം ജപിച്ചോളൂ. എപ്പോഴും നാമം ജപിച്ചോളൂ. അത് അവിടെ എന്തായാലും അവിടെയൊക്കെ സ്വീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നാമം ജപിക്കും കേട്ടോ. അടുത്ത ചോദ്യം ഞാൻ ഒരുമിച്ച് വായിക്കാമെന്ന് പറഞ്ഞെങ്കിലും വായിച്ചില്ല. സരസ്വതി ബിജു എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ സവിത, ഞാൻ നാമം ചൊല്ലുമ്പോഴൊക്കെ കണ്ണനോടുള്ള സ്നേഹത്താൽ സന്തോഷത്തോടെ കണ്ണു നിറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാമം ജപിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല. കണ്ണൻ എന്നിൽ നിന്ന് അകന്നു പോയ പോലെ തോന്നും. ഇപ്പോൾ നാമം ജപിക്കാൻ തന്നെ മടിയാണ്. ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന സങ്കടം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. എന്തിനാണ് ഭഗവാൻ തന്നിലേക്ക് അടുക്കുന്നവരെ അകറ്റി നിർത്തുന്നത്? ആരെയാ പറയണേ ഇങ്ങനെ അകറ്റി നിർത്തുന്നു എന്ന്? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വരാനുള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുക, നാമം ജപിക്കണ്ട, നാമം ജപിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ. എന്നാൽ അതിനെയും തരണം ചെയ്ത് നമ്മൾ നാമം ജപിക്കാൻ തയ്യാറായാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഒരു കഥയുണ്ട് കേട്ടോ. പുരി ജഗന്നാഥിലെ ഒരു കഥയാണ്. മാധവദാസിനെ കുറിച്ചും ചക്ക മോഷ്ടിക്കാൻ പോയതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കഥ? അതേമാതിരി ഒരു കഥ. മാധവ്ജിക്ക് വല്ലാതെ വയ്യാതായി ഒരു ദിവസം. അങ്ങനെ അദ്ദേഹം നാമം ജപിക്കുന്നുണ്ട്. പക്ഷേ ഈ വയ്യായകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാമം ജപിക്കാൻ തോന്നില്ല അല്ലേ? നമുക്ക് വയ്യ, അങ്ങനെ കിടക്കുക, അതാണ് നമ്മുടെ ഒരു ശീലം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല കേട്ടോ. അദ്ദേഹം എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാമം ജപിക്കും തോറും അദ്ദേഹത്തിൻ്റെ അസുഖം കൂടി വരുന്നുണ്ട്. ഈ കൂടി വരുമ്പോൾ നമ്മൾ എന്തായാലും ജപിക്കില്ല അല്ലേ? ഞാൻ ഇത്രയൊക്കെ ജപിച്ചിട്ട് എന്താണ്ടായോ, എനിക്ക് എൻ്റെ അസുഖമൊക്കെ കൂടുകയാണ്, അങ്ങനെ വിചാരിക്കാറില്ലേ? ഒരു ഭക്തൻ ഇന്ന് രാവിലെയും കൂടി എനിക്ക് അയച്ചിരുന്നു അങ്ങനെ ഒരു മെസ്സേജ്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും. ഈ നാമം അദ്ദേഹം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യാതായി. പിന്നെ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാൻ പോലും വയ്യാണ്ടേ. അദ്ദേഹം കിടന്ന കിടപ്പായിപ്പോയി. ആരും നോക്കാനുമില്ല. അദ്ദേഹത്തിൻ്റെ വീടും പരിസരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ദുർഗന്ധം വരാൻ തുടങ്ങി. ആളുകളൊക്കെ മൂക്കുപൊത്തിയൊക്കെ പോകാൻ തുടങ്ങി. അത്രയ്ക്കും ദുർഗന്ധം വന്നു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വയ്യ. കണ്ണടച്ച് നാമം ജപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തൊരു അല്ലെങ്കിൽ ഒരു നെറ്റിയിലൊരു തണുത്ത സ്പർശമൊക്കെ ഏൽക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കളഭത്തിൻ്റെയും തുളസിമാലയുടെയും ഒക്കെ ഒരു ഗന്ധം വരാൻ തുടങ്ങി. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ശുശ്രൂഷിക്കുകയാണ് അദ്ദേഹത്തിനെ. അപ്പോൾ മാധവ്ജി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ അസുഖമൊക്കെ കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. ദുർഗന്ധമൊന്നുമില്ല. അദ്ദേഹം ക്ലീനാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, അങ്ങ് ജഗന്നാഥനാണ്, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാധവ, നീ എൻ്റെ ഭക്തനല്ലേ, പിന്നെ ഞാൻ വന്ന് ശുശ്രൂഷിക്കാതെ ആരാ നിന്നെ നോക്കുക ചോദിച്ചു. അപ്പോൾ മാധവദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ജഗന്നാഥനല്ലേ, അങ്ങേക്ക് ഈ അസുഖം മാറ്റാൻ ഒരു നിമിഷം പോരെ, അങ്ങ് പിന്നെ എന്തിനാ വന്നിരുന്നു ശുശ്രൂഷിക്കണേ? എന്നെ ഒന്ന് ഹെൽത്തിയാക്കി തന്നാൽ പോരെ, ഞാൻ എഴുന്നേറ്റ് ഓടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കണേ കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അത്രേ, അങ്ങനെയല്ല മാധവ, മാധവൻ ഇനിയും 15 ദിവസവും കൂടി ഈ ദുരിതത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു നിയോഗമുണ്ട്. ഇനി അഥവാ അതില്ലാതാക്കി വെച്ചാൽ കർമ്മഫലം അനുഭവിക്കുക പറയില്ലേ, ഇനി അഥവാ അതില്ലാതാക്കി എന്ന് വിചാരിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അടുത്ത ജന്മം കൂടി മാധവനെ തരേണ്ടി വരും. അങ്ങനെ ഒരു ജന്മം ഇനി മാധവൻ കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഈ 15 ദിവസവും കൂടി ഒന്ന് കഷ്ടപ്പെടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനോട് മാധവദാസ് ചോദിച്ചു അത്രേ, അങ്ങ് വിചാരിച്ചാൽ തീരാത്ത കർമ്മഫലം ഉണ്ടോ ഭഗവാനെ? എനിക്ക് ഇനിയും 15 ദിവസം ഇത് തരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഈ 15 ദിവസം അങ്ങ് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാൻ സ്വയം ഏറ്റെടുക്കാം. അങ്ങനെ അത് പറഞ്ഞതും അദ്ദേഹം അപ്രത്യക്ഷനായി. അപ്പോൾ മാധവദാസിന് ഭയങ്കര ഉണർവ് തോന്നി. അദ്ദേഹം വേഗം കുളിച്ച്, അപ്പോഴേക്കും പ്രഭാതമായി കേട്ടോ. അപ്പോൾ അദ്ദേഹം വേഗം കുളിച്ച് ജഗന്നാഥൻ്റെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് പൂജാരി ആ നട അടച്ചിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ നട അടയ്ക്കണേ, ഈ സമയത്ത് എന്താ നട അടയ്ക്കണേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാന് വയ്യ, അടുത്ത 15 ദിവസം ഭഗവാന് വയ്യ, ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 15 ദിവസത്തിന് ദർശനം അനുവദിക്കില്ല കേട്ടോ എന്ന്. അപ്പോൾ അങ്ങനത്തെ എങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, 15 ദിവസം ഞാൻ എൻ്റെ ഭക്തൻ്റെ വയ്യായിക എന്നിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് വരുന്ന 15 ദിവസം കാലം നിങ്ങൾ അടച്ചിട്ടോളൂ, എന്നെ ശുശ്രൂഷിച്ചോളൂ എന്ന്. അപ്പോൾ നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഒരു ഭക്തൻ്റെ ആ വൈയായിക വരെ സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് തയ്യാറായെന്നറിയോ? ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോഴും മുറുകെ 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 ഭഗവാനെ പിടിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്, അല്ലേ? നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ബ്ലാങ്ക് ഔട്ടായി പോണ പോലെ, നാമം ജപിക്കാൻ പറ്റാത്ത പോലെ ഒക്കെ. ഭഗവാനോട് ഒരിക്കലും അകലരുത്. ആ സമയത്ത് അകന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടു നോക്കൂ, വെറുതെ ഒന്ന് അതിലേക്ക് നോക്കിയിരുന്നു നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഒരു നാമം ജപിക്കുന്നത്, ആരെങ്കിലും ജപിക്കുന്നത്, എന്തെങ്കിലും ഒരു കൃഷ്ണകഥ പറയണത് വെറുതെ കേട്ട് നോക്കൂ. നമ്മൾ അടുക്കളയിൽ പണി എടുക്കുന്നതിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്ന സമയത്തോ എപ്പോഴായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കഥ കേട്ട് നോക്കൂ. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക, അടുക്കളയിൽ ഇപ്പോൾ ഒരു മീൻ കറി വയ്ക്കുക വിചാരിക്കുക. ഞാനിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത കാര്യമാണ്, പക്ഷെ എന്നാലും നിങ്ങൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഭഗവാനെ അയ്യോ ഇങ്ങനെയാ ഭഗവാൻ അങ്ങനെ വിചാരിക്കേണ്ട. ഒരു നോൺ വെജ് പാചകം ചെയ്തുകൊണ്ടിരിക്കുക വിചാരിക്കുക. അപ്പോൾ ഭഗവാനോട് പറയാം, ഞാൻ ഉപ്പിടാൻ പോവാ കേട്ടോ, ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാ കേട്ടോ, ഞാനിതിൽ പുളി ഒഴിക്കട്ടെ ഭഗവാനെ, ഇത് കൂടി പോവോ ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഏത് സമയത്തും ഭഗവാനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കൂ. നമ്മുടെ ദുരിതങ്ങളോ നമ്മുടെ കഷ്ടപ്പാടുകളോ ഒക്കെ അകന്നു പോകാൻ ഇതിലും വലിയ ഒരു കാര്യം നമുക്ക് ചെയ്യാനേ ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബിന്ദു അരവിന്ദ് എന്ന ഭക്തയാണ് ചോദിച്ചത്, സവിത നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ്? രാത്രി 12 മണി മുതലാണോ അതോ അതിന് ശേഷമാണോ? ബ്രഹ്മമുഹൂർത്തമൊക്കെ നോക്കിയാണല്ലോ ആചാര്യന്മാർ ഓരോ പ്രാർത്ഥനകളും മറ്റും ചെയ്യുകയും ദിവസം തുടങ്ങുകയും ചെയ്യുന്നത്. അതാണ് ചോദിക്കുന്നത്. അത് 12 മണി തൊട്ടിട്ടല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് കാര്യത്തിനും 2 മണി തൊട്ടിട്ടാണ് എടുക്കുന്നത്, 12 മണി തൊട്ടിട്ടല്ല എടുക്കുന്നത്. അതായത് ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഗുരുവായൂർ അമ്പലത്തിൽ ജോലി ചെയ്യുകയാണല്ലോ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ കീഴ്ശാന്തിയാണല്ലോ. അപ്പോൾ ഈ കീഴ്ശാന്തിക്കാർക്ക് രാവിലെ വിളക്ക് വെപ്പ് എന്ന ഒരു ജോലിയുണ്ട്, ഒരു ചുമതലയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ നിർമാല്യത്തിന് മുൻപായിട്ട് 3 അറകളുണ്ട് പറഞ്ഞില്ലേ, 3ാമത്തെ അറ എന്തായാലും അടച്ചിരിക്കുകയായിരിക്കും, തുറക്കാൻ പറ്റില്ല. അല്ലാത്ത ഭാഗത്തുള്ള സകല വിളക്കുകളും കൊളുത്താനും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തു വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ചുമതലയാണ് വിളക്ക് വെപ്പ് എന്ന് പറയാം. ഈ വിളക്ക് വെപ്പിന് അവരെ കുളിച്ച് ശുദ്ധമാവണമെങ്കിൽ 2 മണിക്ക് ശേഷം കുളിക്കണം. 2 മണിക്ക് ശേഷം കുളിച്ചാൽ മാത്രമേ അന്നത്തെ ദിവസത്തെ കുളിയായിട്ട് അതിനെ കണക്കാക്കുള്ളൂ. 2 മണിക്ക് ശേഷം കിട്ടിയ മാല മാത്രമാണ് ഗുരുവായൂരപ്പനെ പുതിയ മാലയായിട്ട് സ്വീകരിക്കപ്പെടുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം പറയുകയാണെങ്കിൽ 2 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തം എന്നുള്ളതല്ല ഇവിടെ കണക്കാക്കുന്നത്. 3 മണിക്ക് ഭഗവാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ 2 മണിക്കേ കണക്കാക്കുന്നുള്ളൂ എന്നർത്ഥം. ഒരുപാട് പേര് ഇന്നലത്തെ ആ ഒരു നമ്മുടെ നാമജപത്തിൻ്റെ കൗണ്ട് കുറേ ആൾക്കാർ പറഞ്ഞു, പ്രത്യേകിച്ച് കൗണ്ട് ചെയ്തില്ല സവിത, അപ്പോൾ എന്ത് ചെയ്യുമെന്ന്. കൗണ്ട് ചെയ്തതുമായിട്ടുള്ള അനേകം പേര് നാമങ്ങളുടെ അപ്ഡേറ്റ് എനിക്ക് തന്നിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഇത്തവണ കൂട്ടിയൊന്നും പറയുന്നില്ല. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരാൻ പറ്റിയില്ല, കുറേ ഇഷ്യൂസ് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കൂട്ടുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളെല്ലാവർക്കും നാമം ജപിക്കാനും സഹസ്രനാമം ചൊല്ലാനും നമ്മൾ അന്ന് വൈശാഖം തുടങ്ങുമ്പോൾ പറഞ്ഞതെല്ലാം ചെയ്യാൻ സാധിച്ചു എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഓരോരുത്തരുടെ മെസ്സേജിലും കാണുന്നുണ്ട്. അതിന് വളരെയധികം നന്ദി ഞാനും പറയുന്നു ഗുരുവായൂരപ്പനോട് കേട്ടോ. അതിനൊരു നിമിത്തമാവാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തതായിട്ട്, നമസ്കാരം ചേച്ചി, നമ്മൾ നാമം എഴുതുന്ന ബുക്ക് ഓഡ് നമ്പർ ഓർ ഈവൻ നമ്പർ ആവണം എന്നുണ്ടോ എന്നാണ് അമൃത ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിരിക്കുന്നത്, ഒന്നിലും ഉറച്ചു നിൽക്കാത്ത സ്വഭാവം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? നാമം എഴുതുന്നതിന് ഈവൻ നമ്പർ ഓഡ് നമ്പർ അങ്ങനെയൊന്നുമില്ല. എത്ര നമ്പേഴ്സ് ബുക്ക് വേണമെങ്കിലും നമുക്ക് ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതിനങ്ങനെ നിയമങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത സ്വഭാവത്തിന് ഭഗവത്ഗീത ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ജീവിക്കേണ്ടത് എന്നാണ് പറയുക. എന്തിനും ഏതിനുമുള്ള സൊല്യൂഷനാണ് ഭഗവത്ഗീത എന്നാണ് പറയുക. അപ്പോൾ മനസ്സിരുത്തി ഭഗവത്ഗീത ചൊല്ലിയാൽ കുറേയൊക്കെ ഈ മനസ്സിൻ്റെ ചാഞ്ചാട്ടം മാറാൻ നല്ലതായിരിക്കും കേട്ടോ. പുസ്തകം കൊണ്ട് തുലാഭാരം കഴിക്കാൻ എവിടെയാണ് റെസിപ്റ്റ് ആക്കുക എന്നാണ് ലത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അത് തുലാഭാരം കൗണ്ടറിൽ വന്ന് പറയേ വേണ്ടൂ. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ.
സൗഭ്യ ആനന്ദ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല. ഞാൻ ചോദിച്ചിരുന്ന ചോദ്യം, നാരായണീയം പൂർത്തിയാക്കാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചു, അത് തെറ്റാണോ? ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് പൂർത്തിയാക്കാതെ തന്നെ സമർപ്പിക്കേണ്ടി വന്നു. ഞാൻ സൗഭ്യയുടെ ചോദ്യം ഇത് കണ്ടിട്ടില്ല, പക്ഷേ ഈ ചോദ്യം ഞാൻ മുമ്പേ എടുത്തിട്ടുള്ളതാണ്. നാരായണീയത്തിന് അങ്ങനെ നിയമങ്ങളില്ല, ഏത് സമയത്ത് വേണമെങ്കിലും സമർപ്പിക്കാം. നമുക്ക് ഒരു ദശകമേ എഴുതാൻ സാധിച്ചുള്ളൂ വെച്ചാൽ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് അതൊരു തെറ്റാണെന്നൊന്നും വിചാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി ഇന്നലെ കുറേ എണ്ണം ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷാരി ധനീഷാണ് തോന്നുന്നു. ഷാരി ധനീഷ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, മകൾ 10ാം ക്ലാസ്സിലേക്കാണ്, നന്നായിട്ട് പഠിക്കാനും മാർക്ക് മേടിക്കാനും ഒക്കെ ഏത് നാമമാണ് ജപിക്കേണ്ടത്, എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടത് എന്ന്. പുസ്തകവും പേനയും സമർപ്പിക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം എന്നാൽ അത്രയും ചോദ്യമുള്ളൂ. ഏതൊക്കെയോ ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട്, അതാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടണില്ല. അപ്പോൾ അടുത്ത ദിവസം അത് ആദ്യം വരാൻ പാകത്തിന് ഞാൻ സെറ്റാക്കി വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്നാൽ അത്രയും ചോദ്യങ്ങളും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൂടുതൽ കഥകളുമായിട്ട് ഗുരുവായൂരപ്പൻ വരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.